രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണെന്ന പരാമർശത്തിൽ എ വിജയരാഘവനെയും സിപിഎമ്മിനെയും കടന്നാക്രമിച്ച് UDF. സംഘ് പരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് പരാമർശമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. സിപിഎം ഭൂരിപക്ഷ വർഗീയത ഇളക്കിവിടുകയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും വിമർശിച്ചു. മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുമോ? എ വിജയരാഘവന്റെ ഈ വർഗീയ പരാമർശത്തിനെതിരെ UDF നേതാക്കൾ ഒന്നടങ്കം രംഗത്ത് വന്നു. CPM പോളിറ്റ് ബ്യൂറോയുടെ നിലപാടാണോ വിജയരാഘവന്റേതെന്ന് AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ചോദിച്ചു. അത് പ്രകാശ് കാരാട്ട വ്യക്തമാക്കുന്നത് ഇത് പോളിറ്റ് ബ്യൂറോ ലൈനാണോ അല്ലയോ? വി ഡി സതീശനും K സുധാകരനും വിജയരാഘവന്റെ പരാമർശത്തെ BJPയോട് ഉപമിച്ചു. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ ഡൽഹിയിൽ ഇത് തന്നെയാണ് സംഘപരിവാർ അവിടെ ആവർത്തിക്കാൻ പോകുന്നത്. BJPയുടെയും CPMന്റെയും അന്തർധാര രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന്റെ അകത്ത് കേരളത്തിലെ പോളിറ്റിക്സ് മുങ്ങിപ്പോവുകയാണ്. രൂക്ഷമായ ഭാഷയിലാണ് CPMനെ ലീഗ് നേതാക്കൾ വിമർശിച്ചത്. ഭൂരിപക്ഷ വർഗീയത ഇളക്കിവിടാൻ നോക്കുകയാണ്. ഉത്തരേന്ത്യയിൽ BJP കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരളത്തിൽ CPM ഇടതുപക്ഷം പരീക്ഷിക്കുന്നത്. അവനെ വിളിക്കേണ്ടത് വിജയരാഘവൻ എന്നല്ല, വർഗീയ രാഘവൻ എന്നാണ്. എടോ വർഗീയ രാഘവ, നീ ചെയ്യാൻ ശ്രമിക്കുന്നത് RSS പോലും പറയാത്ത വാക്കാണ്. വിജയരാഘവന്റെ പരാമർശം ദേശീയ മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.